ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ബൈക്കിൽ പോവാണ്. ചെറിയൊരു ബൈക്ക് റൈഡ്. തൃശ്ശൂരിലെ ബൈക്കേഴ്സ് കഫേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളായിട്ട് നമ്മൾ ഇന്ന് കുറച്ച് ആൾക്കാരുടെ ഫ്രണ്ടാണ്. പേര് പറഞ്ഞോ? ജെഫ്രിൻ. ഇത് അടുത്ത വണ്ടിക്ക് നമ്മളെ വണ്ടിയാണ്. നമ്മളെ അടുത്ത ഫ്രണ്ട്സ് ഇന്ന് ജോയിൻ ചെയ്തതാണ്. പേര് പറഞ്ഞോളൂ. വിഷ്ണു. ഷഹീൻ. അങ്ങനെ ചെറിയ പരിപാടി തൃശ്ശൂരുള്ള സിറ്റി മോട്ടോഴ്സ്. അപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സൂപ്പർ മെറ്റോർ 650 ആണ്. പിന്നുള്ളത് ഒരു GT. I can't feel my eyes. Whoa. I'm petty, but I know how to lie. I feel feelings that I can't describe. I'm not breathing, but I'm still alive. Whoa. But I think I'll be alright, 'cause I'm not giving up yet. I feel that it's my time, so I'ma give it everything. I got. So I'ma give it everything. I got. I'ma give it everything. I got. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ പട്ടാമ്പി കഴിഞ്ഞിട്ടുണ്ട്. പട്ടാമ്പിയിൽ നിന്ന് കൂട്ടുപാത പോയി, കൂട്ടുപാത നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വടക്കാഞ്ചേരിക്ക് ചാടുന്ന ഒരു വഴിയുണ്ട്. അതുവഴിയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. നമ്മൾ പോകുന്ന റൂട്ട് അപാര ലുക്ക്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. പിന്നെ പാലക്കാടൻ ആ ഒരു ബ്യൂട്ടി, ആ ഗ്രാമീണ ബ്യൂട്ടി നിറഞ്ഞു നിന്നിരുന്ന സമയമായിരുന്നു. ഗൈസ്, ഈ റൂട്ട് രക്ഷയില്ല. അടിപൊളി സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്, നല്ല ഗ്രീനായിട്ടുള്ള സ്ഥലങ്ങൾ. പാലക്കാട് തൃശ്ശൂർ റൂട്ടാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്ഥലങ്ങൾ. എന്തായാലും തീർച്ചയായും 2 വീലർ തന്നെ, ഒരു ബൈക്കിൽ തന്നെ ഇതുവഴി യാത്ര ചെയ്യാം. വടക്കാഞ്ചേരിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന് തൃശ്ശൂർക്ക് എത്താൻ നേരത്ത് ഞങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞു, ഇവിടെ ഒരു ഡാമുണ്ട്, ഒരു പൂമല ഡാമുണ്ട് എന്ന് പറഞ്ഞു. 4 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 4 കിലോമീറ്ററുള്ള നമുക്ക് അവിടെ നിന്ന് പോയിട്ടൊന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡാമിലെത്തി. ഇതാണ് ഡാം. അങ്ങനെ ഡാമിലെത്തി. ഡാമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ഭംഗിയുള്ള ഡാമായിരുന്നു. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ആളുകളൊക്കെ വന്നിരുന്നു ഡാമിൽ. പക്ഷെ ഡാമിൻ്റെ ഗേറ്റ് ക്ലോസ് ആയിരുന്നു. ചെറിയ അറ്റകുറ്റ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഡാമിൻ്റെ ഗേറ്റ് ക്ലോസ് ആയിരുന്നു. പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാലും അപ്പുറത്തുപ്പുറത്തൊക്കെ ആളുകളും അങ്ങേക്കരമയും ഒക്കെ ചെറിയൊരു പാർക്ക് പോലൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആളുകൾ ഇരിക്കാനും സംസാരിക്കാനും അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നും പോകുന്നൊക്കെ ഉണ്ട്. Around for things to change, but change has not come fast. I'm asking all the questions, but then I question them. Like, what's the point of living, existing when you can't see your God in flesh? I'm looking for the answers. They say to pray instead. I think I'll find them one day. ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഡുവൽ ടൂൺ കളർ സൂപ്പർ മെറ്റോറാണ്. ഇത് ഇൻ്റർസ്റ്റെല്ലർ എന്നാണ് ഈ കളറിന്. ഇൻ്റർസ്റ്റെല്ലർ ഗ്രീൻ എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ ഒരു GT ക്രോം ഫിനിഷിംഗ് ടാങ്ക് വരുന്നൊരു GT. പിന്നെ വരുന്നത് നമ്മളെ ബൈക്ക് വണ്ടി ഇത് ആസ്ട്രൽ ബ്ലാക്ക്. ഇതാണ് ഇപ്പോൾ നമ്മളെ വണ്ടി. ഇനി വേറെ ഒന്നും കൂടി ഉള്ളത് പിന്നെ ആസ്ട്രൽ ഗ്രീൻ ആണ്. ആസ്ട്രൽ ഗ്രീൻ എന്ന് പറഞ്ഞൊരു മോഡലാണ് പിന്നെ വരുന്നത്. ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ ബാക്കിലെ സീറ്റ് അവൻ ഊരിയിട്ട് ജസ്റ്റ് ഒരു കരിയർ പുറത്തൊരു സാധനം അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സിംഗിൾ സീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സാധനം ഷോറൂമിൽ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കും അതുപോലെ സീറ്റ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 4 വാഹനമാണ് ഇപ്പോൾ നമ്മളെ റൈഡിൽ ഉള്ളത്. ഈ ഒരു വാഹനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ കളറും ഇത് ആസ്ട്രൽ ഗ്രീനാണെന്ന് തോന്നുന്നത്. കാരണം പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബ്ലാക്ക് ആണെന്ന് തോന്നുള്ളൂ. പക്ഷെ അടുത്ത് പോയി നോക്കുമ്പോൾ അതൊരു ഗ്രീൻ കളറായിട്ടുണ്ട്. I know that it's not easy, but I believe I will. Yeah, I'll get over all my fears and really conquer everything. I think I'll be alright, 'cause I'm not giving up yet. I feel that it's my time, so I'ma give it everything.
ഡാമിൻ്റെ അരികിൽ നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ചില്ലായതിനു ശേഷം ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും തിരിച്ചു. പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ടാവും നമ്മളെ 60 മോട്ടോഴ്സിക്ക്. 15-16 കിലോമീറ്റേഴ്സ് ഉണ്ട്. I'm nervous on the surface, I look fine. My brain feels heavy, my traumatized mind. And I'm so tired, I can't feel my eyes. Whoa, whoa. I'm petty, but I know how to lie. I feel feelings that I can't describe. I'm not breathing, but I'm still alive. Whoa, whoa. But I think I'll be alright, 'cause I'm not giving up, I'm not giving up yet. I feel that it's my time, so I'ma give it everything. I'ma give it everything I got. So I'ma give it everything, I'ma give it everything I got. I'ma give it everything, I'ma give it everything I got. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ടോൾ പാസ് എത്തുന്നതിൻ്റെ ഏകദേശം 2-2.5 കിലോമീറ്റർ മുമ്പായിട്ട് നമുക്ക് ലെഫ്റ്റിക്ക് ഒരു കട്ട് ചെയ്തിട്ട് കയറാനുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ലെഫ്റ്റിക്ക് ഒരു കട്ടാണ്. ഈ ലെഫ്റ്റ് കയറിയ പാടുന്ന റൈറ്റ് സൈഡിൽ ആണ് പിന്നെ നമ്മൾ ഈ 60 മോട്ടോഴ്സ് ഉള്ളത്. ഈ ബൈക്കേഴ്സ് കഫേ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം ശരിയായിരുന്നില്ല, എന്തോ അവർ ക്ലോസ് ആയിരുന്നു. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം അവർ ക്ലോസ് ആയിരുന്നു, എന്താണെന്ന് അറിയില്ല, അവർ അടച്ചിട്ടിരുന്നു, ഗേറ്റും എല്ലാം ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന ഉദ്ദേശം ശരിക്കും ഇവിടേക്കാണ് വന്നത്, പക്ഷേ അത് ക്ലോസ് ആയിരുന്നു. നമ്മൾ നിരാശയായിട്ട് പിന്നെ നമ്മൾ അവിടെ ഒരു സാധാരണ നോർമൽ വേറൊരു കഫേയിലോട്ട് നമ്മൾ പോവുകയാണ് പിന്നെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മളെ ടോൾ പാസ് കഴിഞ്ഞിട്ടുള്ളൊരു ടീ ഷോപ്പുണ്ട്, ഒരു ചായക്കട, അവിടെ പോയി. അത്യാവശ്യം നമ്മളെ വൈബൊക്കെ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ചായ കുടിച്ചാൽ കയറിയെടുത്ത് പുതിയൊരു കൂട്ടുകാരന്മാരെ പരിചയപ്പെട്ടു. തൃശ്ശൂരുള്ള മച്ചാന്മാരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ 750 ഉണ്ട് ഹാർലിയുടെ, പിന്നെ ഒരു 10R ഉണ്ട് കവാസാക്കി, പിന്നെ ഒരു 448 ഹാർലി ഡേവിഡ്സൺ 48 മോഡലാണ്. അപ്പോൾ ഇവരൊക്കെ പരിചയപ്പെട്ട് For things to change, but change does not come fast. I'm asking all the questions, but then I question them. Like, what's the point of living, existing when you can't see your God in flesh? I'm looking for the answers, they say to pray instead. I think I'll find them one day, but with the help. അപ്പോൾ നമ്മൾ റൈഡ് തിരിച്ച് പോവാണ്. തിരിച്ച് മലപ്പുറത്തേക്ക് തിരിച്ചു. ഞങ്ങൾ സമയം ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മണ്ണുത്തി വഴിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. I know that it's not easy, but I believe I will. Yeah, I'll get over all my fears and really conquer everything. I think